Very good afternoon to one and all. So today we will be discussing a new chapter or second chapter of plus 2 biology, that it is sexual reproduction in flowering plant. As you all studied in plus 1 morphology of flowering plant, here we have to understand the structure of a flower. First point, you have to understand that it is a flower is the primary or important reproductive unit of a plant. So when we are considering a flower, you have to understand all the four whorls are attached to the thalamus. All the complete four whorls are attached to thalamus. 4 whorls കാര്യമായിട്ട് 4 whorls ഒന്ന് pistil or carpel അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്, 2 മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റെയ്മൻ, രണ്ടാമത്തത് 3 കൊറോള അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് പെറ്റൽ, 4 സെപ്പൽ, കാലിക്സ് സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് സെപ്പൽ. ഈ 4 വേളുകളും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസിലോട്ടാണ്. 1, 2, 3, 4 ഈ 4 വേൾസുകളും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തലാമസിലോട്ടാണ്. സോ ദിസ് ഈസ് തലാമസ്. ഈ തലാമസിലോട്ടാണ് ഒരു ബൾജ് ചെയ്ത ഒരു ലോവർ സൈഡിലുള്ള ബൾജ് ചെയ്തൊരു പോർഷൻ ഉണ്ട്. ആ ബൾജ് ചെയ്ത പോർഷനാണ് തലാമസ്. ആ തലാമസിലോട്ടാണ് ഈ 4 വേൾസുകളും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. 4 വേൾസുകൾ എന്ന് പറഞ്ഞാൽ സിംഗിൾ യൂണിറ്റുകളാണ് വേൾസ് എന്ന് വിളിക്കുക. ദാറ്റ് you have studied in plus 1 morphology of flowering plant. So you have to understand that this 4 whorls are attached to thalamus, and these 4 whorls are very important parts of flower. Among these 4 whorls, we can divide this 4 whorls into 2. One is reproductive unit and the another one is accessory unit. Reproductive unit is female reproductive unit and male reproductive unit. Female reproductive unit, as we all know, it is pistil or carpel, and male reproductive unit it is stamen, and accessory unit is corolla or petal, calyx or sepal. സഹായക അവയവങ്ങളാണ് കൊറോള അല്ലെങ്കിൽ കാലിക്സ്. സഹായക അവയവങ്ങളാണ്. ഉദാഹരണത്തിന് മറ്റു ഇൻസെക്ട്സുകൾക്കും അനിമൽസിനും ഒക്കെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി, പൂവിലേക്ക് പരാഗണം നടത്താൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായിക്കുന്ന ഭാഗങ്ങളാണ് കൊറോള. കാരണം അത് വളരെ കളർഫുള്ളാണ്, റെഡിഷ്, വയലറ്റ് എക്സെട്ര വേരിയസ് കളർഫുൾ ആയിരിക്കും. ആൻഡ് സെപ്പൽ ഓർ കാലിക്സ് ഈ ഫ്ലവറിനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ചു നിൽക്കാനുള്ളതാണ്. പച്ച കളറിലുണ്ടാവുന്ന അതിനെ പിടിച്ചു നിർത്താനുള്ള ഭാഗമാണ് സെപ്പൽ ഓർ കാലിക്സ്. അതുപോലെ തന്നെ പെഡിസലും സ്റ്റാക്ക് ഓർ പെഡിസൽ ബ്രാക്സുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ പ്ലസ് 1 ബയോളജി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ പിടിച്ചു നിർത്താനും ഇതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അവയവങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ദേ ആർ കൊറോള, ദ സിംഗിൾ യൂണിറ്റ് ഇസ് കോൾഡ് പെറ്റൽ, ആൻഡ് കാലിക്സ്, ദ സിംഗിൾ യൂണിറ്റ് ഇസ് കോൾഡ് സെപ്പൽ. സോ ഇവരൊക്കെ ഈ റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് കൊണ്ട് ദേ ആർ കോൾഡ് accessory unit. And the next one, it is reproductive unit, that it is called female reproductive unit, it is called pistil or carpel, and the male reproductive unit is called stamen. Now we have to study it in depth. Pistil we can divide it as stigma, style and ovary. സ്റ്റിഗ്മ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും സ്റ്റൈലായി ഇറങ്ങി വരുന്ന ഒരു സ്ലെൻഡർ ലൈക്ക് സ്ട്രക്ചർ is called style, and which will be connected to a bulge portion to the base is called ovary. Ovary consists of ovule. അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തർ and the slender filament structure, that is called filament structure called filament. So anther, as we all know, anther is bilobed. It consists of 2 lobes. It is bilobed, and this bilobed anther is connected to a filament. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ സംഗതികളും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ ബിന്ദുവിലേക്കാ അല്ലെങ്കിൽ ഒരൊറ്റ പോയിന്റിലേക്കാ. ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് തലാമസ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു തലാമസിലേക്കാണ്.
അതിനെ അങ്ങനെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുക. എല്ലാ ഭാഗങ്ങളും. ഇപ്പോൾ ഈ പെറ്റലുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് തലാമസിലോട്ടാണ്. കാലിക്സുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് തലാമസിലേക്കാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് തലാമസിലേക്കാണ്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് കണക്ട് ചെയ്തിരിക്കുന്നത് തലാമസിലേക്കാണ്. ചില കേസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് പെറ്റലിലേക്ക് കണക്ട് ചെയ്യുന്ന കേസൊക്കെ ഉണ്ട്. അത് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ ഒരു ഫ്ലവറിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. Now we will be discuss in detail that it is male reproductive unit. Male reproductive unit. ഇനി നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യമായി ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ആകത്തുക ഒരു പൂവിനെ കുറിച്ച് മനസ്സിലാക്കി. അതിനകത്ത് അസറി യൂണിറ്റ് ഉണ്ട്, അതിനകത്ത് റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഉണ്ട്. അസറി യൂണിറ്റുകൾ ഏതൊക്കെയാണ്, റീപ്രൊഡക്റ്റീവ് യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കി. അതിനകത്ത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഉണ്ട്, മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഉണ്ട്. ഇനി നിങ്ങൾ വിശദമായിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കും. പിന്നെ നിങ്ങൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ കുറിച്ച് മനസ്സിലാക്കും. എന്നിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനകത്തുണ്ടാകുന്ന പൊള്ളൻ ഗ്രെയിൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനകത്തേക്ക് അല്ലെങ്കിൽ അടുത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ ആണ് പെണ്ണിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ആണ് പെണ്ണുമായിട്ട് സംയോജിക്കുന്നു, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്നു, അല്ലെങ്കിൽ സിംഗമി നടക്കുന്നു. ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. Now you have to understand in detail that it is male reproductive unit or male reproductive structure. It is also called andrecium. Male. അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് മെയിൽ ആൻഡ്രീഷ്യം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഗൈനീഷ്യം. സോ ഫീമെയിൽ ഗേൾ എന്നോർത്ത് വെക്കുക, ഗൈനീഷ്യം. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആൻഡ്രീഷ്യം. അങ്ങനെ ഓർത്ത് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂല. Now we have to understand that stamen, the complete male reproductive structure or andrecium is also called stamen. Now stamen consists of anther and filament. Now you have to understand that it is anther is bilobed. Anther contains 2 lobes. Each lobe contains 2 theca. Each lobe contains 2 theca. 1, 2. So this is one lobe. This is second lobe. Each lobe contains 2 theca. 1, 2. And here is also 2 theca. So each lobe contains 2 theca. So it is called dithecus. So you have to understand that it is stamen. Male reproductive structure andrecium is also called stamen. Stamen consists of anther and filament. Now anther is bilobed. Each lobe contains 2 theca. So it is called dithecus. Now filament, it is long slender structure which is attached to thalamus or petal. Now we have to understand that transverse section of anther. ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ആന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന്തർ ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തറിനെ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ്ലി കട്ട് ചെയ്യുന്നിട്ട് മൈക്രോസ്കോപ്പിനകത്ത് സ്ലൈഡിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിനകത്തൂടെ നിരീക്ഷിക്കുക. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രക്ചറാണ് ട്രാൻസ്വേഴ്സ് സ്ട്രക്ചർ ഓഫ് ആന്തർ. ഈ ആന്തറിൻ്റെ സ്ട്രക്ചറിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമത്തെ പോയിന്റ്. ഇറ്റ് ഈസ് ബൈലോബ്ഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൈലോബ്ഡ് ആവുമ്പോൾ 1, 2 ലോബുകളായി. ഈച്ച് ലോബ് കണ്ടെയ്ൻ 2 theca. 1, 2, 1, 2. അപ്പൊ 2 തീക്കകൾ, 2 + 2 4. സോ ഇറ്റ് ഈസ് കോൾഡ് ടെട്രാഗോണൽ. 4-sided. ഇൻ സിംഗിൾ ലോബ് കണ്ടെയ്ൻ 2 theca. ദാറ്റ് മീൻസ് ടെട്രാഗണൽ. അപ്പൊ 2 + 2 4 സൈഡുകളായിട്ട്. ദാറ്റ് മീൻസ് 4-sided. സോ ഇറ്റ് ഈസ് കോൾഡ് ടെട്രാഗോണൽ. നൗ male reproductive structure andrecium is also called Microsporangia. This 4 lobes is also called Microsporangia. Microsporangia young condition. Young ആകുമ്പോൾ Microsporangia എന്ന് വിളിക്കും. അത് mature ആയി കഴിഞ്ഞാൽ it is called pollen sac. Microsporangia will be converted as pollen sac. ഈ പൊള്ളൻ സാക്കിനകത്ത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മൈക്രോസ്പൊറാഞ്ചിയകൾക്കകത്ത് മൈക്രോസ്പോറുകൾ ഉണ്ടാവും. ഈ മൈക്രോസ്പോറാണ് പിന്നീട് പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ആ പൊള്ളൻ ഗ്രെയിനായി മാറുമ്പോൾ അത് മെച്ചുവർ ആയിട്ടുണ്ടാവും. അപ്പൊ പൊള്ളൻ സാക്കിനകത്താണ് പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക. ഐ റിപ്പീറ്റ്, മൈക്രോസ്പൊറാഞ്ചിയ എന്നുള്ളത് യങ് കണ്ടീഷനാണ്. യങ് ആ സമയത്ത് അതിനകത്തുള്ളത് മൈക്രോസ്പോറാണ്. മൈക്രോസ്പോർ മദർ സെല്ലാണുള്ളത് ആ സമയത്ത്. ദാറ്റ് ഇറ്റ് ഈസ് മൈക്രോസ്പോർ മദർ സെൽ. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയകൾക്കകത്ത് മൈക്രോസ്പോർ മദർ സെൽ യങ് കണ്ടീഷൻ. അപ്പോൾ മൈക്രോസ്പൊറാഞ്ചിയകൾക്കകത്ത് മൈക്രോസ്പോർ മദർ സെൽ യങ് കണ്ടീഷൻ. അത് മെച്ചുവർ ആയി കഴിഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയ ഈസ് കൺവേർട്ടഡ് ആസ് പൊള്ളൻ സാക്ക്. മൈക്രോസ്പോർ മദർ സെൽ കൺവേർട്ടഡ് ആസ് പൊള്ളൻ ഗ്രെയിൻ. ആൻഡ് ഇറ്റ് ഈസ് മെച്ചുവർ കണ്ടീഷൻ.
അതിൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ സ്ട്രക്ചർ വളരെ വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചറിനകത്ത് 4 ലെയറുകളാണ്. 4 layers are there. Outermost layer is called the epidermis. The next layer is called the endothelium. The next layer is called middle layer. Now these 3 layer helps in protection and dehiscence of anther release pollen. അതായത് ഇത്രയും ഭാഗങ്ങൾ വളരെയധികം പ്രൊട്ടക്ഷൻ അത്രയും സംരക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഉണ്ടാവുന്ന പൊള്ളൻഗ്രെയിൻ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത പൊള്ളൻഗ്രെയിൻ എങ്ങനെ പുറത്തേക്ക് വരിക? ആ പുറത്തേക്ക് വരാനുള്ള പ്രവർത്തനമാണ് ഡെഹിസൻസ്, പുറത്തേക്ക് വരാൻ. അപ്പോൾ അതിന്റെ ഡയഗ്രമാണിത്. ഇപ്പൊ ഇതാണ് പൊള്ളൻഗ്രെയിനായി മാറിയിട്ടുള്ളത്, ഇതാണ് പൊള്ളൻഗ്രെയിനായിട്ട് മാറിയിട്ടുള്ളത് എന്ന് സങ്കല്പിക്കാം. ഈ പൊള്ളൻഗ്രെയിൻസുകൾ പുറത്തേക്ക് വരാനുള്ള ഒരു ഗ്യാപ്പ് കണ്ടില്ലേ? അപ്പൊ ഇതാണ് പൊള്ളൻ സാക്ക്. ഇത് പൊള്ളൻ സാക്കായിട്ട് മാറിയിട്ടുണ്ട്, പൊള്ളൻ സാക്കായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഈ മൈക്രോസ്പൊറാഞ്ചിയ എന്നുള്ള ഈ സ്ട്രക്ചർ മാറിയിട്ട് പൊള്ളൻ സാക്കായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇതെന്താണ്? മെച്യൂർ ആയിട്ടുണ്ട് എന്ന്. അപ്പൊ ഇത് മെച്യൂർ ആകുമ്പോൾ മൈക്രോസ്പൊറാഞ്ചിയ ഈസ് കൺവേർട്ടഡ് ഇൻടു പൊള്ളൻ സാക്ക്. ആ പൊള്ളൻ സാക്കിനകത്ത് പൊള്ളൻ ഗ്രെയിൻസ് ഉണ്ട്. ആ പൊള്ളൻ ഗ്രെയിൻസുകൾ പുറത്തേക്ക് വരുന്ന ഏതിലൂടെ? ലൈൻ ഓഫ് ഡെഹിസൻസ്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് മനസ്സിലാക്കുക. നൗ എപ്പിഡെർമിസ് 3 layers, epidermis, endothelium and middle layer helps in protection, സംരക്ഷണം and dehiscence. പൊള്ളൻ ഗ്രെയിൻസ് ആയി മാറിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ വേണ്ടി സഹായിക്കുന്നു. Now next layer is tapetum. Tapetum helps in nourishment. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഇതിനകത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്? പൊള്ളൻഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ പൊള്ളൻഗ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണം കൊടുക്കാനാണ് tapetum. സോ നറിഷ്മെന്റ്. ഇനി അതിനകത്തുള്ള ടിഷ്യൂ അല്ലെങ്കിൽ സെൽസുകളാണ് സ്പോറോജീനിയസ് ടിഷ്യൂസ്. സ്പോറോജീനിയസ് ടിഷ്യൂസ് ആർ ഹോമോജീനിയസ് ടിഷ്യൂസ്. ഒരേപോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനാണ് ഹോമോജീനിയസ് ടിഷ്യൂ. ഒരു കടക്കൊക്കെ നിർത്തിയിട്ട പോലെ ഹോമോജീനിയസ് ടിഷ്യൂസ്. ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. അടുത്തടുത്തായിട്ട് ഇങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തത്. ദാറ്റ് ഈസ് കോൾഡ് സ്പോറോജീനിയസ് ടിഷ്യൂസ്. അപ്പൊ ഈ സ്പോറോജീനിയസ് ടിഷ്യൂ ആണ്. ദേ ആർ ഹോമോജീനിയസ് സെൽസ് അല്ലെങ്കിൽ ഹോമോജീനിയസ് ടിഷ്യൂസ്. ദേ ആർ കോമ്പാക്ട്ലി അറേഞ്ച്ഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്നാമത് എപ്പിഡെർമിസ്, ഇറ്റ് ഇസ് ദ ഔട്ടർമോസ്റ്റ് ലെയർ. ദ നെക്സ്റ്റ് ലെയർ ഇസ് എൻഡോത്തീഷ്യം. നെക്സ്റ്റ് ലെയർ ഇസ് മിഡിൽ ലെയർ. ദിസ് 3 layers helps in protections and dehiscence of anther release pollen. And the next layer is tapetum. You have to understand that tapetum mainly helps in nourishment. ഈ ബ്ലൂ കളറിൽ കൊടുത്ത nourishment, ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യുന്ന പൊള്ളൻ ഗ്രെയിൻസിന് ഭക്ഷണം കൊടുക്കുക. ഇപ്പൊ ഇതിനകത്ത് എന്താ ഉള്ളത്? സ്പോറോജീനിയസ് ടിഷ്യൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ സ്പോറോജീനിയസ് ടിഷ്യൂസ് മൈക്രോസ്പോർ മദർ സെല്ലായിട്ട് മാറും. ആ മൈക്രോസ്പോർ മദർ സെല്ല് പിന്നെ പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് മാറണം. ആ മൈക്രോസ്പോർ മദർ സെൽ പൊള്ളൻ ഗ്രെയിൻ ആയി മാറണമെങ്കിൽ അത്രയും പ്രക്രിയ നടക്കണമെങ്കിൽ ഭക്ഷണം കൊടുക്കണം. ആ ഭക്ഷണമാണ് ഒരു ടപ്പിട്ടം, നറിഷ്മെന്റ്. ഭക്ഷണം കൊടുക്കണം, നറിഷ്മെന്റ്. ദാറ്റ്സ് ഓൾ. നൗ this tetragonal, this complete 4 structure is called Microsporangia. Now the single structure is called Microsporangium. This is called Microsporangium. അപ്പോൾ എത്ര ഉണ്ടാവും? 4 Microsporangiums are there. അപ്പോൾ നമ്മൾ അങ്ങനെ പറയണ്ട, 4 എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂരൽ, Microsporangia are there. So the single is called Microsporangium. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ സംഗതികൾ. ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് കോൾഡ് എപ്പിഡെർമിസ്, ദ നെക്സ്റ്റ് ലെയർ ഈസ് കോൾഡ് എൻഡോത്തീഷ്യം, ദ നെക്സ്റ്റ് ലെയർ ഈസ് കോൾഡ് മിഡിൽ ലെയർ, ദ നെക്സ്റ്റ് ലെയർ ഈസ് കോൾഡ് ടപ്പിട്ടം. ടപ്പിട്ടം ഈസ് പ്രൊവൈഡിംഗ് ദ ഫുഡ് ഓർ നറിഷിംഗ് ദ ഡെവലപ്പിംഗ് സ്പോറോജീനസ് ടിഷ്യൂ. അല്ലെങ്കിൽ പിന്നീട് എന്ത് ചെയ്യുന്നു? അത് മെച്ചുവർ ആയി കഴിഞ്ഞാൽ, ഇതിപ്പോൾ യങ് കണ്ടീഷനാണ്, ഇത് മെച്ചുവർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തായി മാറുന്നു? ഈ സ്പോറോജീനസ് ടിഷ്യൂസ് ഡിവൈഡ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ചില സെല്ലുകൾ ഡീജനറേറ്റ് ചെയ്യുന്നു. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഡിവൈഡ് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ചില സെല്ലുകൾ എന്ത് ചെയ്യുന്നു? ഡീജനറേറ്റ് ചെയ്യുന്നു, ഇല്ലാണ്ടാവുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? അതുപോലെ തന്നെ നാലാമതായി പറയേണ്ടത് ഈ മൈക്രോസ്പൊറാഞ്ചിയം വലുതാകുന്നു, ഇൻക്രീസ് ഇൻ സൈസ്. എന്തൊക്കെയാണ് നടക്കുന്നത്? സെൽ ഡിവിഷൻ, സെൽ ഡിഫറൻസിയേഷൻ, ഡീജനറേഷൻ ഓഫ് സം സെൽസ് ആൻഡ് ഓൾസോ മൈക്രോസ്പൊറാഞ്ചിയ വിൽ ഇൻക്രീസ് ഇൻ സൈസ്. അതോടുകൂടി ഇവിടുത്തെ സെൽ ഇവരെന്തായി മാറുന്നു? മൈക്രോസ്പോർ മദർ സെൽ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മൈക്രോസ്പോർ മദർ സെൽ വിൽ ബി കൺവേർട്ടഡ് ടു മൈക്രോസ്പോർ മദർ സെൽ. ഇനി എന്ത് ചെയ്യുന്നു? ഈ മൈക്രോസ്പോർ മദർ സെല്ല് പൊള്ളൻ ഗ്രെയിൻ ആയി മാറണം. ആ ഒരു പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ്, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. സോ
this is about flower. Introductory part is called flower, and the next part is called male reproductive structure called andrecium. This hope you all understood. So just before you have understand about the parts of the flower, accessory parts and reproductive parts of the flower, and we have discussed about the male reproductive part, that it is called stamen, which consists of anther and filament, and transverse section of anther we have discussed. Now we have to discuss microsporogenesis. What do you mean by microsporogenesis? Microsporogenesis can be defined as the process of formation of microspore from microspore mother cell. That it is process of formation of microspore from microspore mother cell. Process of formation of microspore from microspore mother cell. Microspore is also called pollen grain. So what do you mean by microsporogenesis? Genesis. Just കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു ജെനിസിസ്, സ്പെർമാറ്റോജെനിസിസ്, oogenesis, ഗാമറ്റോജെനിസിസ്. ജെനിസിസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളൊരു അർത്ഥമാണ്. സോ മൈക്രോസ്പോറോജെനിസിസ്, മൈക്രോസ്പോർ ഉണ്ടാവുക അല്ലെങ്കിൽ മൈക്രോസ്പോർ ഫോം ചെയ്യുക. So you have to understand that what do you mean by microsporogenesis? That is the process of formation of microspore or pollen grain from microspore mother cell. So this flowchart, you have to understand this flowchart. It's very important. This is a very simplest flowchart. Microsporangium, that you have studied in the last topic. Microsporangium, which consists of epidermis, outermost layer, next layer is endothecium, the next layer is middle layer, and the next layer is tapetum, which provide the nourishment, and the innermost cells are called sporogenous tissue. They are homogeneous cell and also they are compactly arranged. വളരെ അടുത്തടുത്താണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹോമോജീനിയസ്, ഒരു കിടക്ക പോലെ എന്നൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞു. ദാറ്റ് ഈസ് കോൾഡ് സ്പോറോജീനിയസ് ടിഷ്യൂസ്. ഇവരെന്ത് ചെയ്യും? ആന്തർ മെച്ചുവർ ആവുമ്പോൾ, when anther become mature, this സ്പോറോജീനിയസ് ടിഷ്യൂസിന് എന്ത് സംഭവിക്കുന്നു? ഈ ഔട്ടർ ലെയറുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ആന്തർ മെച്ചുവർ ആവുമ്പോൾ ഈ ഔട്ടർ ലെയറുകൾ എന്തായി മാറുന്നു? പൊള്ളൻ സാക്ക് ആയിട്ട് മാറുന്നു. ഉള്ളിലുള്ള സ്പോറോജീനിയസ് ടിഷ്യൂസിന് എന്ത് സംഭവിക്കുന്നു? അവരെന്തായി മാറുന്നു? അവർ മൈക്രോസ്പോർ മദർ സെല്ലുകളായി മാറുന്നു. അവർ മൈക്രോസ്പോർ മദർ സെല്ലുകളായി മാറുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്തറിന്റെ സൈസ് കൂടും, അതായത് മൈക്രോസ്പൊറാൻജിയയുടെ സൈസ് കൂടും. സെൽ ഡെവലപ്പ് സ്പേസ്, ഈ സെല്ലുകൾക്കിടയിൽ സ്പേസ് വരുമല്ലേ. നേരത്തെ ഹോമോജീനിയസ് ടിഷ്യൂസ് കോമ്പാക്ട്ലി പാക്ഡ് ആയിരുന്നു. ഇപ്പൊ എന്താണ്? അവർക്കിടയിൽ സ്പേസുകൾ വരാൻ തുടങ്ങി. Some cells will degenerate. സ്പേസ് വരാനുള്ള കാരണം some cells will degenerate, നശിച്ചു പോകുന്നുണ്ട്. Last point, all cells are capable of producing microspores. Most of the students, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇത് യങ് ആവുമ്പോഴാണ് യങ് കണ്ടീഷനാണ്. ഈ യങ് കണ്ടീഷൻ ആകുമ്പോൾ മൈക്രോസ്പൊറാൻജിയത്തിന്റെ സ്ട്രക്ചർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് മുന്നേ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന് ഇത്രയും 3-4 ലെയറുകൾ ഉണ്ടെങ്കിൽ 4 ലെയറിനകത്ത് ഹോമോജീനിയസ്ലി കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ട് എന്തുണ്ട്? സ്പോറോജീനിയസ് ടിഷ്യൂസ് ഉണ്ട്. പക്ഷെ അവർ മെച്ചുവർ ആകുമ്പോൾ, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവർ മെച്ചുവർ ആകുമ്പോൾ എന്തൊക്കെ മാറ്റം സംഭവിക്കുന്നു? ഈ പൊള്ളൻ സാക്കായിട്ട് മാറുന്നു. ആയി മാറാനുള്ള കാരണം ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് ആന്തർ. 2 സെൽ ഡെവലപ്പ് സ്പേസ്. ആ കാരണം എന്താണ്? അതിനകത്തുള്ള ഒരുപാട് സെല്ലുകൾ നശിച്ചു പോകുന്നു. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ടാവുന്നു. ഓൾ സെൽസ് ആർ കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മൈക്രോസ്പോർ. എല്ലാ സെല്ലുകളും പിന്നീടുള്ള ചത്തുപോയതിനു ശേഷം അല്ലെങ്കിൽ ഡീജനറേറ്റ് ചെയ്ത് പോയതിനു ശേഷം ബാക്കിയുള്ള സെല്ലുകൾ എല്ലാവരും കാപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് മൈക്രോസ്പോർ, പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാക്കാൻ കഴിവുള്ളവരാകുന്നു. സോ ഇവരെല്ലാവരും വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെൽ. ദീസ് മൈക്രോസ്പോർ മദർ സെൽസ് ആർ ഡിപ്ലോയിഡ്. This microspore mother cell will undergo first meiotic division or first meiosis. So this first meiosis undergo, and this microspore mother cell will produce 4 cells. That is called microspore tetrad. 4 സെല്ലുകൾ ഉള്ളതുകൊണ്ട് ടെട്രാഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു anther is bilobed and 2 തീക്കകളുണ്ട്. സോ ഇറ്റ് ഇസ് കോൾഡ് ടെട്രാഗണൽ എന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഇവിടെ 4 സെല്ലുകൾ, ഈ മൈക്രോസ്പോർ മദർ സെല്ലുകൾ ഫസ്റ്റ് മിയോസിസ് നടക്കുമ്പോൾ തന്നെ 4 സെല്ലുകളായിട്ട് മാറുന്നു. 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളായി മാറും. 4 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലുകളായി മാറുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് മൈക്രോസ്പോർ ടെട്രാഡ്. ആൻഡ് ദിസ് മൈക്രോസ്പോർ ടെട്രാഡ് എന്ത് സംഭവിക്കുന്നു? ആഫ്റ്റർ ദാറ്റ്, ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക.
ഈ മൈക്രോസ്പോർ ടെട്രാഡുകൾ പിന്നെ മെച്ചുവർ ആവുന്നു. നേരത്തെ എങ്ങായിരുന്നു, ഇപ്പം മെച്ചുവർ ആവുന്നു. ഡീഹൈഡ്രേറ്റ് ആൻഡ് ഡിസോസിയേറ്റ്. ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നു, ഡിസോസിയേറ്റ് ചെയ്യുന്നു. അതോടുകൂടി ഇതങ്ങോട്ട് പൊട്ടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഡിസോസിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവരെല്ലാവരും വേറിട്ട് പോവുക. അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും വേറിട്ട് പോകുമ്പോൾ ദേ ഫോം മൈക്രോസ്പോർ. ഫൈനലി ദേ ഫോം മൈക്രോസ്പോർ. ഇറ്റ്സ് ഓൾസോ കോൾഡ് pollen grain. ദിസ് ഈസ് കോൾഡ് മെയിൽ റീപ്രൊഡക്റ്റീവ്. മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിൻ്റെ എങ്ങനെയാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ മെയിൽ ഗാമേറ്റ്, പ്ലാന്റ്സിൽ ഫ്ലവേഴ്സിൽ എങ്ങനെ മെയിൽ ഗാമേറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ വിശദീകരിച്ചത്. അപ്പോൾ പ്ലാന്റ്സിൽ ഫ്ലവേഴ്സിൽ മെയിൽ ഗാമേറ്റ് എങ്ങനെ ഉണ്ടാവുക, ദാറ്റ് ഈസ് കോൾഡ് മൈക്രോസ്പോറോജെനസിസ്. ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. ആ ഒരു പ്രക്രിയയാണ് ഈ ഫ്ലോ ചാർട്ടിനകത്ത് വന്നിട്ടുള്ളത്. ജസ്റ്റ് ബിഫോർ യു ഹാവ് സ്റ്റഡീഡ് formation of pollen grain. Now this pollen grain contain haploid nucleus. Now this will undergo one mitotic division, mitosis. So this nucleus will undergo division. This nucleus will undergo division to produce vegetative cell and generative cell. I repeat, this haploid cell, this nucleus will undergo division or mitosis or mitotic division to produce vegetative cell and generative cell. And this pollen grain will form a complete maturation by differentiation. So it will have two layers. One it is exine and intine. One it is exine and the other one is intine. Exine and intine. Exine and intine. Intine is inner layer. Intine is inner layer. Intine is inner layer, which is made up of cellulose and pectin. And exine is outer irregular surface. Outer, it is outer and irregular surface. Exine എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഭാഗമാണ്. intine എന്ന് പറയുമ്പോൾ അകത്തുള്ള ഭാഗമാണ്. exine പുറത്താണ്, irregular surface ആണ്, അല്ലേ? irregular ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് വളരെ തിക്ക് കൂടിയതാണ്, വളരെ തിക്നെസ് കൂടിയതാണ്. ഇൻറ്റൈൻ തിക്നെസ് കുറഞ്ഞതാണ്. ഇൻറ്റൈൻ ഇന്നർ ലെയർ ആണ്, തിക്നെസ് കുറഞ്ഞതാണ്. എക്സൈൻ ഔട്ടർ ആണ്, ഇറഗുലർ സർഫസ് ആണ്, അതുപോലെ തന്നെ വളരെ തിക്നെസ് കൂടിയതാണ്. തിക്നെസ് കൂടിയതാണ് മാത്രമല്ല, അത് ഫോസിലായിട്ടൊക്കെ ഈ പൊള്ളൻ ഗ്രെയിൻസിനെ എടുത്തു വെക്കാൻ കഴിയും എന്ന് പറയാനുള്ള കാരണം അങ്ങനെ ഇങ്ങനെയും കേടുവന്ന് പോകില്ല, പെട്ടെന്ന് അത് കേടുവന്ന് പോവാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളനിൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സ്പോറോപൊള്ളനിൻ കൊണ്ടാണ് ഈ എക്സൈൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇൻറ്റൈൻ നിർമ്മിച്ചിട്ടുള്ളത് സെല്ലോസ് ആൻഡ് പെക്റ്റിനെ കൊണ്ടാണ്. അപ്പോൾ എക്സൈൻ ഔട്ടർ ലെയർ, ഇറ്റ് ഈസ് ഇറഗുലർ സർഫസ്, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോറോപൊള്ളനിൻ. സോ ഇറ്റ് റെസിസ്റ്റ് to organic material and also it can withstand high temperature, acid alkali high temperature പോലുള്ള കണ്ടീഷൻസിനൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും സ്പോറോപൊള്ളനിൻ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഇസ് അങ്ങനെ പെട്ടെന്ന് വയബിൾ ആവില്ല. അതുപോലെ തന്നെ ഫോസിലുകളായിട്ടൊക്കെ ഒരുപാട് കാലം മണ്ണിലും ഇവിടെയൊക്കെ നിലനിൽക്കാൻ കഴിയും എന്ന് പറയാനുള്ള കാരണം ബിക്കോസ് സ്പോറോപൊള്ളനിൻ. അപ്പം നിങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് സാറേ ഈ ജനറേറ്റീവ് സെല്ലുകൾ അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിൻസിനകത്തുനിന്ന് ഈ ജനറേറ്റീവ് സെല്ല്, ന്യൂക്ലിയസ് ആയിട്ടുള്ള ഈ ജനറേറ്റീവ് സെല്ല് എങ്ങനെ ഫീമെയിലിനകത്തേക്ക് പോവുക എന്ന്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളിൽ സ്പോറോപൊള്ളനിൻ ഇല്ല, ചില ഭാഗങ്ങളിൽ സ്പോറോപൊള്ളനിൻ കാണുന്നില്ല. സ്പോറോപൊള്ളനിൻ കാണാത്ത ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ജേം പോർ. എന്താ വിളിക്കുക? ജേം പോർ. സോ ഇറ്റ് ഇസ് കോൾഡ് ജേം പോർ. Now the last point, structure of pollen grain, it is spherical in structure, almost 25 to 50 micrometer in size. I repeat, structure of pollen grain, spherical, 25 to 50 micrometer in size. And it consists of outer exine and inner intine. Intine thickness കുറവാണ്, exine thickness കൂടുതലാണ്. intine inner ആണ്, it is made up of cellulose and pectin. exine outer ആണ്, irregular surface ആണ്, and also it is made up of sporopollenin. So it can resist organic material and withstand high temperature, acid and alkali. And also വേറെ പോയിന്റ് കൂടെ ഉണ്ട്. ഈ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it will provide nourishment or nutrition. പക്ഷേ അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ജനറേറ്റീവ് സെല്ലാണ്. അടുത്ത തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. പക്ഷെ വെജിറ്റേറ്റീവ് സെല്ലിന് അതിലൊരു പ്രവർത്തനമില്ല. ബിക്കോസ് വെജിറ്റേറ്റീവ് സെൽ കണ്ടെയ്ൻ, ദാറ്റ് സൈറ്റോപ്ലാസം കണ്ടെയ്ൻ വേരിയസ് ന്യൂട്രിയൻസ്.
സോ അതുകൊണ്ട് തന്നെ വേരിയസ് ന്യൂട്രിയൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ജനറേറ്റീവ് സെല്ലിന് വേണ്ട ന്യൂട്രിയൻസുകൾ കൊടുക്കുന്നത് ഇവരാണ്. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ ടെപ്പിറ്റമാണ് ഡെവലപ്പിംഗ് മൈക്രോസ്പോറിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ടെപ്പിറ്റമാണ്. അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്രോസ്പോർ ആയി മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊള്ളൻഗ്രെയിൻ ആയി മാറിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുന്ന ആരാണ്? വെജിറ്റേറ്റീവ് സെല്ലാണ്. അപ്പോൾ ന്യൂട്രീഷൻസുകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് സെല്ലാണ് ജനറേറ്റീവ് സെല്ലിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നറിഷ്മെന്റ്, ന്യൂട്രീഷൻ പ്രൊവൈഡിങ്. മറ്റു ഭാഗങ്ങൾ പറയുന്നുണ്ട് ഇത് ജനറേറ്റീവ് സെൽസ് ആർ ഫ്ലോട്ടിംഗ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ എന്നും പറയുന്നുണ്ട് ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില കേസിൽ around 60% ഓഫ് പൊള്ളൻ ഗ്രെയിൻ 2 സെൽ കണ്ടീഷൻ ഉണ്ടാവുക. ബട്ട് അറൌണ്ട് 40% ഓഫ് ദ പൊള്ളൻ ഗ്രെയിൻസുകളിലും എന്തായിരിക്കും 3 സെൽഡ് കണ്ടീഷൻസ് ഉണ്ടാവുന്നുണ്ട്. 3 സെൽഡ് കണ്ടീഷൻസ്, അതായത് ജനറേറ്റീവ് സെല്ല് വീണ്ടും ഡിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക 60% പ്ലാന്റുകളിലും 2 സെൽഡ് കണ്ടീഷൻസ് ആയിട്ടാണ് പൊള്ളൻ ഗ്രെയിൻ ഉണ്ടാവുക. ഏതിനകത്ത്? ആന്തറിനകത്ത് ഉണ്ടാവുക. പക്ഷേ 40% പ്ലാന്റുകളിലും ആന്തറിനകത്ത് ഉണ്ടാവുന്ന ഏത് രൂപത്തിലുണ്ടാവും? 3 സെൽഡ് കണ്ടീഷൻ ഉണ്ടാവും. അതായത് വെജിറ്റേറ്റീവ് സെൽ പ്ലസ് 2 ജനറേറ്റീവ് സെല്ലുകളായിട്ടുണ്ടാവും. That means generative cells will undergo division. So now we will be discussing about female reproductive units. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാർട്സ് ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റുകൾ പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിന്റെ സ്ട്രക്ചർ പറഞ്ഞു, മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനകത്തുള്ള മെയിൽ ഗ്യാമേറ്റിന്റെ ഫോർമേഷനും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ്. മറ്റൊരു പേരുകളാണ് പിസ്റ്റിൽ or Megasporangium or ovule and embryo sac. ഈ പേരുകളിലൊക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് പിസ്റ്റിൽ, നേരത്തെ നമ്മൾ പറഞ്ഞു പിസ്റ്റിൽ. അതുപോലെ തന്നെ മെഗാസ്പൊറാഞ്ചിയം ഓർ ഒവ്യൂൾ. മെഗാസ്പൊറാഞ്ചിയം മെയിലിൽ മൈക്രോസ്പൊറാഞ്ചിയം, ഫീമെയിലിൽ മെഗാസ്പൊറാഞ്ചിയം ഓർ ഒവ്യൂൾ ആൻഡ് എംബ്രിയോ സാക്. ഈ പേരുകളിലൊക്കെ ഇതിൽ അറിയപ്പെടുന്നുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പിസ്റ്റിൽ consists of stigma, style and ovary. Stigma, style and ovary. Stigma act as platform. അതൊരു പ്രതലമായിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിനുള്ള പ്ലാറ്റ്ഫോം? ഒരു പൊള്ളൻ ഗ്രെയിന് വന്നു കഴിഞ്ഞാൽ പൊള്ളൻ ഗ്രെയിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഇതായിരുന്നു ആന്തറിനകത്ത് നിന്ന് പൊള്ളൻ ഗ്രെയിന് വരുന്നു. പൊള്ളൻ ഗ്രെയിന് വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട പ്ലാറ്റ്ഫോം ആയിട്ട് ആക്ട് ചെയ്യുന്നു സ്റ്റിഗ്മ. Now the stigma connected to ovary by the help of style. Now style is elongated, നീളം കൂടിയ ഒരു സാധനമാണ്. Connect stigma to ovary. Now ovary contain ovule. ഓവറിക്കകത്ത് ovule ഉണ്ട്. ഓവറിക്കകത്ത് ovule എങ്ങനെ നിൽക്കുന്നത്? Ovule attach to cushion like structure called placenta. Very important. Cushion like structure called placenta. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു എല്ലാ വേൾഡ്സുകളും തലാമസിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന പറഞ്ഞു. പക്ഷേ തലാമസിന്റെ മുകളിൽ ഒരു കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, പ്ലാസന്റ. ആ പ്ലാസന്റയിലോട്ടാണ് ആര് അറ്റാച്ച് ചെയ്യുന്നത്? ഒവ്യൂൾ. അപ്പോൾ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്. ഒവ്യൂള് പ്ലാസന്റയുടെ മുകളിലുള്ളത്. പ്ലാസന്റ എന്താ? ഇറ്റ് ഈസ് എ കുഷ്യൻ ലൈക്ക് സ്ട്രക്ചർ കോൾഡ് പ്ലാസന്റ. പ്ലാസന്റ എവിടെ ഉള്ളത്? തലാമസിന്റെ മുകളിലുള്ളത്. Okay, this is the overall structure of female reproductive unit. Now we have to study about Megasporangium, structure of Megasporangium. After that we will study how is the formation of megaspore, that is called Microsporangia. Now we have to understand structure of Megasporangium. It is young one. ഇതൊരു യങ് കണ്ടീഷൻ ആണ്. മെച്യൂർ കണ്ടീഷൻ ആകുമ്പോൾ സ്ട്രക്ചർ മാറും. അപ്പോൾ യങ് കണ്ടീഷൻ ആയിട്ടുള്ള ഒവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തെ സ്ട്രക്ചറാണ്. ഒന്നാമത്തെ സ്ട്രക്ചറാണ് ഒരു സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. എ സ്റ്റാക്ക്, ദണ്ട് പോലെ സ്ട്രക്ചർ ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു സമ്മറൈസർ പിക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ്. എങ്ങനെ? ഇപ്പോൾ ഇവിടെ സ്റ്റിഗ്മ ഉണ്ട്, ഇവിടെ സ്റ്റൈൽ ഉണ്ട്. ദിസ് ഇസ് ഓവറി. ആ ഓവറിക്കകത്ത് ഒവ്യൂൾ ഉണ്ട്. ഇതാണ് ഫ്യൂണിക്കിൾ ഉണ്ടല്ലേ? ഫ്യൂണിക്കിൾ. ഇത് നേരെ തിരിച്ച് വെച്ചേക്കാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചിത്രം എങ്ങനെയാ? ഈ ചിത്രത്തിന് നേരെ തിരിച്ച് വരച്ചേക്കാണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചിത്രം. അപ്പം ദിസ് കണ്ടെയ്ൻ എ സ്റ്റാക്ക് ലൈക്ക് സ്ട്രക്ചർ. അപ്പൊ എങ്ങനെയാണ്? പ്ലാസന്റയിലോട്ട് അറ്റാച്ച് ചെയ്തു. ദിസ് ഇസ് കോൾഡ് പ്ലാസന്റ. പ്ലാസന്റയിലോട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഒവ്യൂൾ അറ്റാച്ചസ് ടു പ്ലാസന്റ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സ്റ്റാക്ക്. ദണ്ട് രൂപത്തിലുള്ള സ്ട്രക്ചറിന്റെ സഹായത്താൽ പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് ഫ്യൂണിക്കിൾ. ആൻഡ് ഫ്യൂണിക്കിളും എംബ്രിയോ സാക്കും തമ്മിലുള്ള ജംഗ്ഷൻ
വിളിക്കുന്ന പേരാണ് ഹൈലം. ആ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈലം. നൗ ഈ എംബ്രിയോ സാക്ക് പ്രൊട്ടക്റ്റഡ് ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഔട്ടർ ഇൻറ്റഗുമെന്റ് ആൻഡ് ഇന്നർ ഇൻറ്റഗുമെന്റ്. അപ്പോൾ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇതിനെ പ്രൊട്ടക്ട് ചെയ്തത് എങ്ങനെയാണ്? പുറത്തൊരു ഇൻറ്റഗുമെന്റ് ഉണ്ട്, ഉള്ളിലൊരു ഇൻറ്റഗുമെന്റ് ഉണ്ട്. പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഭാഗമാണ് ഈ ഭാഗം. ഇറ്റ് ഈസ് എൻ ഓപ്പണിംഗ്. ദിസ് ഈസ് കോൾഡ് മൈക്രോപൈൽ. ഈ ഓപ്പണിംഗ് ആണ് പിന്നെ ഇത് സീഡായി മാറുന്ന സമയത്ത്, വിത്തായി മാറുന്ന സമയത്ത്, ഈ ഒവ്യൂളാണ് പിന്നെ വിത്തായി മാറുന്നത്. ഈ ഒവ്യൂള് ഫെർട്ടിലൈസേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വിത്തായി മാറുമ്പോൾ ഈ പയറിന്റെ വിത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പയറിന്റെ വിത്തിനകത്തൊക്കെ ഇവിടെ ചെറിയ ഹോൾസ് ഉണ്ടാവും, ഇവിടെ അങ്ങനെ. ആ ഹോൾസ് ആണ് ഈ മൈക്രോപൈൽ. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ മൈക്രോപൈൽ ഇസ് എൻ ഓപ്പണിംഗ്. ബട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇറ്റ് ഈസ് കോൾഡ് ചെലാസൽ. ദാ ക്ലോസ്ഡ് ആണ്. സോ ഇതാണ് പിന്നീട് എന്തായി മാറുന്നത്? വിത്തായി മാറുന്നത്. ഈ ഓവറിയാണ് ഇതാ, ഈ കംപ്ലീറ്റ് പുറത്തുള്ള ഓവറി. ഇതാ, ദിസ് ഇസ് കോൾഡ് ഓവറി. ഈ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നത്, പഴമായി മാറുന്നത്. ആ പഴത്തിനകത്ത് വിത്തുണ്ട്. ആ വിത്താണ് ഈ സാധനം. അപ്പൊ വിത്തിനെ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, വിത്ത് എടുക്കുകയാണെങ്കിൽ വിത്തിന്റെ ഒരു ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. ദിസ് ഓപ്പണിംഗ് ഈസ് കോൾഡ് മൈക്രോപൈൽ ആൻഡ് ക്ലോസ്ഡ് എൻഡ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ചെലാസൽ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഈ ഇതിനെ മൊത്തത്തിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റഗുമെന്റ്സ് ആർ ദെയർ. വൺ ഈസ് ഔട്ടർ ഇൻറ്റഗുമെന്റ് ആൻഡ് ഇന്നർ ഇൻറ്റഗുമെന്റ്. അതിനകത്ത് എന്തുണ്ട്? ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് ഈസ് പ്രൊവൈഡിങ് ന്യൂട്രീഷൻ. So you have to understand nucellus. എന്താണ് ന്യൂസെല്ലസ്? ന്യൂസെല്ലസ് ഈസ് എ മാസ് ഓഫ് സെൽസ്. ഉണ്ടല്ലേ? മാസ് ഓഫ് സെൽസ്, ഒരുപാട് സെല്ലുകളുണ്ട്. മാസ് ഓഫ് സെൽസ് ഇൻസൈഡ് ഇൻറ്റഗുമെന്റ് ഓർ എൻക്ലോസ്ഡ് ബൈ ഇൻറ്റഗുമെന്റ്, അങ്ങനെയും പറയാം. മാസ് ഓഫ് സെൽസ് എൻക്ലോസ്ഡ് ബൈ ഇൻറ്റഗുമെന്റ്. ഈ ഇൻറ്റഗുമെന്റുകൾ എൻക്ലോസ് ചെയ്തൊരു മാസ് ഓഫ് സെല്ലുകളാണ് ആര്? ന്യൂസെല്ലസുകൾ. നൗ ഹാവ് ഫുഡ് റിസർവ്സ്. അതിനകത്ത് എന്തുണ്ട്? ഫുഡ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂട്രീഷൻസ് ഉണ്ട്. ആ ന്യൂട്രീഷൻസ്, ഫുഡ് റിസർവ്സ് ഉള്ള ഒരു മാസ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. ഇതിനകത്ത് ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തുള്ള ഈ മൈക്രോപൈലിനോട് ചേർന്ന് കാണപ്പെടുന്ന ഏതെങ്കിലും ഒരു സെല്ല്, വൺ സെൽ വിൽ ആക്ടിവേറ്റഡ്, അല്ലെങ്കിൽ വൺ സെൽസ് വിൽ ബി ആക്ട് ആസ് മെഗാസ്പോർ മദർ സെൽ. ഈ മൈക്രോപൈൽ പോളിനോട് ചേർന്ന ഭാഗത്തുള്ള ഒരു സെല്ലാണ് എന്തായി മാറുന്നത്? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നത്. അപ്പൊ ഈ കംപ്ലീറ്റ് മാസ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ്. They provide nutrition or nourishment for developing female gametophyte. So now we will be discussing about megasporogenesis. What do you mean by megasporogenesis? The process of formation of megaspore from megaspore mother cell is known as megasporogenesis. I repeat, process of formation of megaspore or female embryo sac or completely matured ovule or process of formation of megaspore from megaspore mother cell is known as megasporogenesis. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു സ്ട്രക്ചർ ഓഫ് മെഗാസ്പോർ. മെയിൽ മൈക്രോസ്പോർ ആണ്, ഫീമെയിൽ മെഗാസ്പോർ ആണ്, മാറിപ്പോവരുത്. അപ്പോൾ സ്ട്രക്ചർ ഓഫ് മെഗാസ്പോർ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഫ്യൂണിക്കിൾ ഉണ്ട്, ഹൈലം ഉണ്ട്, ഇൻറ്റഗുമെന്റ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂസെല്ലസ് ഉണ്ടെന്ന് പറഞ്ഞു. നേരത്തെ നമ്മൾ പഠിച്ചു. ന്യൂസെല്ലസ് ഒരു കംപ്ലീറ്റ് സെൽ മാസ് ആണ് ന്യൂസെല്ലസ്. ഫുഡ് റിസർവ്സ് ഉണ്ട് ന്യൂസെല്ലസിനകത്ത് നമ്മൾ പറഞ്ഞു. അതിനകത്ത് മൈക്രോപൈൽ പോളിനോട് ചേർന്ന് കാണപ്പെടുന്ന ഒരു സെല്ല്, ന്യൂസെല്ലസ് കാണപ്പെടുന്ന ഭാഗത്തിൽപ്പെട്ട ഒരു സെല്ല്, അല്ലെങ്കിൽ എന്താ പറയുക, ന്യൂസെല്ലസ് ഉള്ള ഭാഗത്തിൽപ്പെട്ട ഒരു സെല്ല് എന്ത് ചെയ്യുന്നു? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്റ്റീവ് ആവുന്നു, അല്ലെങ്കിൽ മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. ആ ഡിഫറൻഷിയേറ്റഡ് സെല്ല്, അല്ലെങ്കിൽ ഡിവിഷൻ കഴിഞ്ഞു ഡിഫറൻഷിയേറ്റ് ചെയ്ത മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറിയ സെല്ല് എന്ത് ചെയ്യുന്നു? they will be undergoing one meiotic division. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ, ആദ്യത്തെ ഒരു മിയോട്ടിക് ഡിവിഷൻ നടക്കും, മിയോസിസ് നടക്കുന്നു. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും ഇവിടെ? മെഗാസ്പോർ മദർ സെൽ ഉണ്ട്, ഈ കാണുന്നതാണ്, ഈ കാണുന്ന റെഡ് ആണ് മെഗാസ്പോർ മദർ സെൽ, അതാണത്. അതിന് ഒരു ന്യൂസെല്ലസ് ഉണ്ട്, അതിനൊരു ന്യൂസെല്ലസ് ഉണ്ട്. അപ്പം ന്യൂസെല്ലസ് എന്ന് പറഞ്ഞാൽ ഫുഡ് റിസർവർ ആയിട്ടുള്ള ഒരു സെൽ മാസാണ്. അതിനകത്തുള്ള ഒരു കോശം, അതിനകത്ത് മൈക്രോപൈൽ പോളിനോട് അടുത്ത് കാണപ്പെടുന്ന ഒരു കോശം എന്തായും, ഒരു സെൽ എന്തായി മാറുന്നു? മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു എന്നല്ല, മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യുന്നു. ആ മെഗാസ്പോർ മദർ സെല്ലാണിത്. അത് ഏറ്റവും എന്തുണ്ട്? ന്യൂസെല്ലസ് ഉണ്ട്, ഫുഡ് റിസർവ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കണം, ന്യൂസെല്ലസ് ആണ്. അപ്പോൾ ഈ മെഗാസ്പോർ മദർ സെല്ലുകൾ എന്ത് ചെയ്യുന്നു? സെല്ല് ഡിവിഷൻ നടക്കുന്നു, അല്ലെങ്കിൽ മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ രണ്ടെണ്ണമായി മാറി. അപ്പോൾ ഇത് രണ്ടെണ്ണമായി മാറി. അപ്പോൾ എന്തുണ്ട്? രണ്ടെണ്ണം ഉണ്ട്. ഇത് രണ്ടെണ്ണമായി മാറി, ചുറ്റും ന്യൂസെല്ലസുകളുണ്ട്. ഇനി അടുത്ത മിയോട്ടിക്, സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ. അപ്പോൾ എന്താ? നാലെണ്ണമായി മാറുന്നു.
1, 2, 3, 4 4എണ്ണമായി മാറി. ഇനി അതിനകത്ത് ഇതാണ് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി അതിനകത്തിൽപ്പെട്ട 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. പക്ഷെ മൈക്രോസ്പോർ ടെട്രാഡ് ഉള്ളപ്പോൾ മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടായപ്പോൾ, അതായത് മൈക്രോസ്പോറോജെനസ് പറഞ്ഞപ്പോൾ 4 സെല്ലുകൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് മൈക്രോസ്പോർ ടെട്രാഡ് ഉണ്ടാകുന്ന സമയത്ത് ഡീജനറേഷൻ ഉള്ള പ്രക്രിയ ഇല്ലായിരുന്നു. 4 പൊള്ളൻ ഗ്രെയിൻ ആയിട്ട് മാറുകയാണ് ചെയ്തത്. 4 മൈക്രോസ്പോർ അല്ലെങ്കിൽ പൊള്ളൻ ഗ്രെയിനായി മാറിയേക്കാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഈ 4 സെല്ലുകളായി മാറുന്നു. പക്ഷെ 3 എണ്ണം എന്ത് ചെയ്യുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. 3 എണ്ണം കേട് വന്ന് നശിച്ചു പോകുന്നു, ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു. 1 മാത്രം എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു. ദേ വിൽ ആക്ട് ആസ് മെഗാസ്പോർ. അതാണ് മെഗാസ്പോർ ആയിട്ട് പിന്നീട് മാറുന്നത്, അല്ലെങ്കിൽ മെച്യൂർ എംബ്രിയോസാക് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇതുവരെയുള്ള കളർ തന്നെ ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്, വേറെയാണ്. ഇതുവരെ ഉള്ളത് മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് മെഗാസ്പോർ മദർ സെല്ലുകൾ 1 മിയോട്ടിക് നടക്കുന്നു, 2nd മിയോട്ടിക് നടക്കുന്നു, 4 സെല്ലുകളായി മാറുന്നു, 3 എണ്ണം ഡീജനറേറ്റ് ചെയ്ത് പോകുന്നു, 1 മാത്രം ആക്റ്റീവായി നിൽക്കുന്നു. ആ ഒന്നാണ് മെഗാസ്പോർ. ഇനി അതിനകത്ത് ഇതുവരെ സെല്ല് ഡിവിഷനാണ് നടന്നത്, സെല്ല് മിയോട്ടിക് നടന്നിട്ടാണ്. ഇനി ഇതിനകത്ത് കാരിയോകൈനസിസ്, ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. കാരിയോകൈനസിസ് ആണ് ന്യൂക്ലിയർ ഡിവിഷൻ. നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ, തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, റീപ്രൊഡക്ഷൻ ഓർഗാനിസം പഠിച്ചു. കാരിയോകൈനസിസ് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നു, ന്യൂക്ലിയർ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അപ്പോൾ ഈ ന്യൂക്ലിയസുകൾ, അതായത് ഈ സെല്ലാണിത്, ഈ സെല്ലാണ് ഇത്, ഈ മെഗാസ്പോറാണിത്, ഈ മെഗാസ്പോറാണിത്. ഈ മെഗാസ്പോറിനകത്തുള്ള ന്യൂക്ലിയസ് ഇതാ, 1ാമത്തെ മൈറ്റോട്ടിക് നടക്കുന്നു, 2 എണ്ണമാകുന്നു, 2ാമത്തെ മൈറ്റോട്ടിക് നടക്കുന്നു, 4 എണ്ണമാകുന്നു, 3ാമത്തെ മൈറ്റോട്ടിക് നടക്കുന്നു, 4 ഉം 4 ഉം 8 ആവും. ഇനി ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രത്യേക രൂപമായി മാറണം. അതായത് ഇതിന് ഈ ന്യൂക്ലിയസുകൾക്ക് ചുറ്റും ഒരു സെല്ലുലാർ വലയം വന്ന് തുടങ്ങണം. ആ സെല്ലുലാർ വലയം നമ്മൾ സൈറ്റോകൈൻസ് എന്ന് പേരിടാം. സെല്ലുലാർ വലയങ്ങൾ വന്ന് തുടങ്ങി. സെല്ലുലാർ വലയങ്ങൾ തുടങ്ങുമ്പോൾ ഈ പോളിനെ വിളിക്കുന്ന പേരാണ് ചെലാസൽ പോൾ, ഈ പോളിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലർ പോൾ. അതായത് ഈ മൈക്രോപൈലർ പോളാണ് ഇത്, ഈ ചെലാസൽ പോളാണ് ഇത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ചെലാസൽ പോളിലേക്ക് നിൽക്കുന്ന ഭാഗം, അവിടെയുള്ള 3 സെല്ലുകൾ ആന്റിപോഡൽസുകളായി മാറും. എന്തായി മാറുന്നു, ആന്റിപോഡൽസ്. നടുവിൽ പോളാർ ന്യൂക്ലിയസ്, താഴെ അല്ലെങ്കിൽ മൈക്രോപൈലർ പോളിന്റെ അടുത്ത് എന്തുണ്ട്, എഗ് ഉണ്ട്, ഫീമെയിൽ എഗ് ഉണ്ട്. അത് എന്നായിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കും. ഫീമെയിൽ എഗ് ഉണ്ട്. അതുപോലെ തന്നെ സൈനർജിഡ്സ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സൈനർജിഡ്സുകൾ ഉണ്ട്. അതിന് താഴെ ഫിലിഫോം അപ്പാരറ്റസ് ഉണ്ട്, ഫിലിഫോം അപ്പാരറ്റസ്. ഈ ഫിലിഫോം അപ്പാരറ്റസിലൂടെയാണ് എന്ത് വരിക, മെയിൽ ഗാമറ്റോഫൈറ്റ് വരിക. മെയിൽ ഗാമറ്റ് പൊള്ളൻ ട്യൂബ് ഇങ്ങനെ വന്നിട്ട് ഈ ഫിലിഫോം അപ്പാരറ്റസിലൂടെ കയറുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സിനർജിഡ്സിലൂടെ കയറുക, ഏതെങ്കിലും ഒരു സിനർജി. അപ്പോൾ സിനർജിഡ്സ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ദ വേ ഫോർ പൊള്ളൻ ട്യൂബ് ടു എൻ്റർ. അപ്പോൾ ഈ പൊള്ളൻ ട്യൂബുകൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കുന്നു ആ സൈനർജിഡ്സ്. അപ്പോൾ ആ സൈനർജിഡ്സിലൂടെ കയറുന്നു, എന്നിട്ട് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പറയും. അപ്പൊ എഗ് ഉണ്ട്. സോ എഗ് അപ്പാരറ്റസ് എന്താണെന്ന് എക്സാമിന് തുടർച്ചയായി വരുന്ന ചോദ്യമാണ്. എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് പ്ലസ് 1 എഗ് പ്ലസ് സിനർജിഡ്സ്, 1 എഗ് പ്ലസ് 2 സൈനർജിഡ്സ് ആർ കോൾഡ് എഗ് അപ്പാരറ്റസ്. സോ ഐ റിപ്പീറ്റ്, ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ ആണത്. ഏറ്റവും ടോപ്പിൽ ചെലാസൽ പോളിൽ ആന്റിപോഡൽസ്, 3 സെല്ലുണ്ട്, അതിനകത്ത് ന്യൂക്ലിയസുകളുണ്ട്. താഴെ പോളാർ ന്യൂക്ലിയസ് ഉണ്ട്, അതിനകത്ത് 1 സെല്ലുണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട്. ഐ റിപ്പീറ്റ്, 1 സെല്ലുണ്ട്, 2 ന്യൂക്ലിയസ് ഉണ്ട്. താഴെ എഗ് ഉണ്ട്, 1 സെല്ല്. സൈനർജിഡ്സുകൾ 2 സെല്ലും ഓരോരോ ന്യൂക്ലിയസുകളും, ഫിലിഫോം അപ്പാരറ്റസ്. സോ ദിസ് കണ്ടീഷൻ വി കോൾ ഇറ്റ് ആസ് 7 സെൽ വിത്ത് 8 ന്യൂക്ലിയസ്. 7 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇവിടെ. 7 സെൽ വിത്ത് 8 ന്യൂക്ലിയസ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ 1, 2, 3, 4, 5, 6, 7 സെല്ല്, 8 ന്യൂക്ലിയസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8 ന്യൂക്ലിയസ്. So this condition is called 7 cell 8 nucleus. So this complete process is called Megasporogenesis. What do you mean by Megasporogenesis? The process of formation of megaspore from megaspore mother cell, or process of formation of completely developed embryo sac from megaspore mother cell is known as Megasporogenesis. So hope you all understood. This is the completely developed embryo sac. This diagram is very important. Okay, in the first session we have discussed about male gametophyte and female gametophyte and how they are formed. Now we will be discussing about pollination, how they are transferred, how the male gametes are transferred to the female gametes. That is known as pollination. We have to discuss about pollination in detail.
So what do you mean by pollination? Pollination is the transfer of pollen grains from anther to stigma. Anther എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു നമുക്കറിയാം. സ്റ്റിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. ഈ പോളൻ ഗ്രെയിൻസുകൾ എന്ത് ചെയ്യുന്നു? ഈ ലൈൻ ഓഫ് ഡെഹിസൻസിലൂടെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ അത് സ്റ്റിഗ്മയിലോട്ട്, സ്റ്റിഗ്മ ഈസ് ആക്ടിങ് ആസ് എ പ്ലാറ്റ്ഫോം, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ എന്ത് ചെയ്യുന്നു? ആന്തറിൽ നിന്നും സ്റ്റിഗ്മയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. Now it can be divided into two types. One, it is self pollination, and the another one is cross pollination. Self pollination, which can be also divided as, one is autogamy. Autogamy means the flower will be bisexual flower. In this case, male and female gamete will be, male and female reproductive unit will be in same flower. So the pollen grains will be transferred from anther to stigma of same flower. And among this autogamy itself, it can be divided into two types. One is cleistogamy and chasmogamy. Cleistogamy means the flower will be closed. അത് ഓർത്തു വെക്കാൻ ചെറിയൊരു, ക്ലീസ്റ്റോ എന്ന വാക്കിന് നിങ്ങൾ ക്ലോസ്റ്റോ എന്ന് ഓർത്തു വെക്കാം. ക്ലീസ്റ്റോ, ക്ലോസ്ഡ്. സോ ദ ഫ്ലവർ വിൽ ബി ക്ലോസ്ഡ്. ഫ്ലവർ വിൽ ബി ക്ലോസ്ഡ് ബൈ മീൻസ് ഓഫ് പെറ്റൽ. Flower will be closed by means of petal. This is called cleistogamy, closed. And chasmogamy, flower will not be closed. That means flower will be open. So autogamy means transfer of pollen grains from anther to stigma of same flower. That is in case of bisexual flower. They are two types, cleistogamy and chasmogamy. Cleistogamy means bisexual flower and the flower will be closed. And chasmogamy, bisexual flower, but the flower will be open. Flower will be open. This petal will not be covered. Example, oxalis, viola, commelina. Now next one is geitonogamy. Geitonogamy is come under self-pollination because the same species or the same plant. In this case, transfer of pollen grains from anther to stigma of different flower of same plant. Transfer of pollen grains from anther to stigma of different flower. Different flower, A to B of same plant. In autogamy, same flower, same plant, but in geitonogamy or geitonogamy, different flower, A to B of same plant. Next one is cross pollination. Cross pollination can be divided as xenogamy or allogamy. Allogamy commonly comes for entrance examination. Xenogamyയുടെ മറ്റൊരു പേരാണ് allogamy. And in this case, transfer of pollen grains from anther to stigma of different plant or different flower of different plant. I repeat, transfer of pollen grains from anther of a plant to the another plant. Transfer of pollen grains from anther to stigma of another plant and another flower of same species. It should be same species. ഇത് റോസ് ആണെങ്കിൽ ഇത് റോസ് തന്നെ ആവണം. ഇത് ഹിബിസ്കസ് ആണെങ്കിൽ ഹിബിസ്കസ് തന്നെ ആവണം. ചെമ്പരത്തി ആണ് ചെമ്പരത്തി ആവണം. റോസ് ആണ് റോസ് തന്നെ ആവണം. സെയിം സ്പീഷീസ് ആവണം. പക്ഷേ വ്യത്യസ്തമായ പ്ലാന്റിൽ വ്യത്യസ്തമായ പൂക്കളിലേക്ക് ആവണം. നെക്സ്റ്റ്, agents of pollination. Next topic is agents of pollination. There are various agents for pollination. One, it is when wind or air is carried, it is called anemophilic. When it is water is carried, it is called hydrophilic. When it is insects are carried or insects are the vector, it is called entomophilic. Insects എന്ന് കോമൺ ആയിട്ട് എക്സാമിന് വരുന്നത്. അപ്പോൾ ഇൻസെക്ട്സ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ എൻഡമോ എന്ന് ഓർത്ത് വെച്ചാൽ മതി. എൻഡമോ, ഇൻസെക്ട്സ്, എൻഡമോ. Insects, entomophilic. Birds, ornithophilic. Birds, study of birds is ornithology. So ornithophilic. Animal, zoophilic. മൃഗശാല, animals, zoophilic എന്ന് ഓർത്ത് വെക്കാം. Bats, chiropterophily or chiropterophily. Ants, myrmecophily. Ants, myrmecophily. Snail, malacophily. These two are entrance. Rest all are important for your board examination. Now, if self-pollination is increased, that means
self-pollination is increased in case of cleistogamy. In case of cleistogamy, self-pollination is increased. If self-pollination is increased, the drawback is that results in inbreeding depression. This is very important for your examination. If self-pollination is increased, that means ബൈസെക്ഷൽ ഫ്ലവറിന്റെ കേസിൽ തന്നെ ക്ലീസ്റ്റോഗാമസ് കേസ് ആണെങ്കിൽ അവിടെ സെൽഫ് പോളിനേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ ഇൻബ്രീഡിങ് ഡിപ്രഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻബ്രീഡിങ് ഡിപ്രഷൻ നടന്നുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ നോ എവല്യൂഷൻ വിൽ ഒക്കർ ആൻഡ് നോ റീകോമ്പിനേഷൻ വിൽ ഒക്കർ. ദിസ് റിസൾട്ട്സ് ഇൻ ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടു അവോയ്ഡ് ദിസ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ, ഈ ഇംബ്രീഡിങ് ഡിപ്രഷൻസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരുപാട് മെത്തേഡ്സുകളുണ്ട്. ഈ മെത്തേഡ്സുകളും എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ്. സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കണ്ടുമുട്ടുന്നതിനെ തടയുക, ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിനെ തടയുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ആണ് ഒരു പെണ്ണ് ഒരുമിച്ച് കണ്ടുമുട്ടി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു കേസാണെങ്കിൽ അവരെ കണ്ടുമുട്ടുന്നതിനെ തടയുക. അതേപോലെ ഇവിടെ പോളൻ റിലീസും സ്റ്റിഗ്മയും ഒരുമിച്ച് കണ്ടുമുട്ടി കഴിഞ്ഞാൽ സെൽഫ് പോളിനേഷൻ കൂടും. അപ്പോൾ പോളൻ റിലീസും സ്റ്റിഗ്മയെ കണ്ടുമുട്ടുന്നതിനെയും ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിനെ തടയുക. ആർ നോട്ട് സിങ്ക്രണൈസ്. സിങ്ക്രണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കണ്ടുമുട്ടുക, ഒരുമിച്ചാക്കുക. ആർ നോട്ട് സിങ്ക്രണൈസ്, ഒരുമിച്ചാക്കാതിരിക്കുക. രണ്ടാമത്തത്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ പ്ലേസ്ഡ് ഇൻ ഡിഫറെൻറ്റ് പൊസിഷൻ. രണ്ട് ഡിഫറെൻറ്റ് പൊസിഷനിലാവുക. ആന്തർ കുറച്ച് മുകളിലോ സ്റ്റിഗ്മ കുറച്ച് താഴെ, രണ്ട് പൊസിഷനിലാക്കുക. മൂന്നാമത് സെൽഫ് ഇൻകോമ്പാക്റ്റിബിലിറ്റി. അതൊരു ജനറ്റിക് മെക്കാനിസമാണ്. സെൽഫ് ഇൻകോമ്പാക്റ്റിബിൾ ആവാതിരി. കോമ്പാക്റ്റിബിൾ ആണെങ്കിൽ മാത്രമേ അവിടെ എന്ത് നടക്കുള്ളൂ? അവിടെ ഫ്യൂഷൻ നടക്കുള്ളൂ. അപ്പോൾ കോമ്പാക്റ്റിബിലിറ്റി ഇല്ലാണ്ട് ആക്കുക. നാലാമത്തെ, പ്രൊഡക്ഷൻ ഓഫ് യൂണിസെക്ഷൽ. ഇപ്പോൾ ബോത്ത് ആന്തർ ആൻഡ് സ്റ്റിഗ്മ ഉണ്ടെങ്കിൽ ഒരാളെന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതിനെന്ത് ചെയ്യുക? യൂണിസെക്ഷൽ ആക്കുക. ഈ 4 മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് പോളിനേഷൻസ്. ഒന്ന്, വിൻഡ് പോളിനേഷൻ ആണെങ്കിൽ വിൻഡ് പോളിനേഷൻ നടക്കുന്ന കേസിലാണെങ്കിൽ എന്തെല്ലാമാണ് അതിൻ്റെ സ്വഭാവ ഗുണങ്ങൾ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാമിന്. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം. അപ്പോൾ എയറിൽ വളരെ ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റും. 2, നോൺ സ്റ്റിക്കി, എവിടെയും ഒട്ടിപ്പിടിക്കൂല. 3, വെൽ എക്സ്പോസ്ഡ് സ്റ്റിഗ്മ നന്നായി എക്സ്പോസ്ഡ് ആയിരിക്കും. ഈ പോയിന്റുകളൊക്കെ പോയിന്റ് ആക്കിയിട്ട് തന്നെ നിങ്ങൾ എഴുതിയെടുക്കുക. എന്നിട്ട് ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, സോ ഈസി ടു ക്യാരി ഇൻ ദ വിൻഡ്. 2, നോൺ സ്റ്റിക്കി, എവിടെയും ഒട്ടിപ്പിടിക്കൂല. 3, വെൽ എക്സ്പോസ്ഡ് ടു സ്റ്റിഗ്മ. വെൽ എക്സ്പോസ്ഡ് സ്റ്റിഗ്മ നല്ല എക്സ്പോസ്ഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ആ ഒരു കണ്ടീഷൻ പഠിക്കാനുള്ള എളുപ്പ വഴി ഇങ്ങനെയാണ്. ഒരു ആന്തർ ഉണ്ട് കുറച്ച് ദൂരെ, ഒരു സ്റ്റിഗ്മ ഉണ്ട് ഇവിടെ. അപ്പോൾ എയറിലാണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ ആന്തറിനകത്ത് പോളൻ ഗ്രെയിൻസ് അവിടുന്ന് ലൈൻ ഓഫ് ഡിസ്റ്റൻസ് പുറത്തേക്ക് വിട്ടു. നേരെ കാറ്റത്ത് കൂടെ ക്യാരി ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വെയിറ്റ് ആവണം. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, കാറ്റത്ത് കൂടെ പറന്നു വരണമെങ്കിൽ വേറെ എവിടെ ഒട്ടിപ്പിടിക്കരുത്, സോ നോൺ സ്റ്റിക്കി. മൂന്നാമത്തത്, സ്റ്റിഗ്മ എക്സ്പോസ്ഡ് ആയതുകൊണ്ട് അവിടെ വന്ന് ഒട്ടിപ്പിടിക്കും. സ്റ്റിഗ്മയിലേക്ക് വന്ന് വീഴുന്നു, സോ സ്റ്റിഗ്മ ഈസ് വെൽ എക്സ്പോസ്ഡ്. നെക്സ്റ്റ്, സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആർ വേവി. കാറ്റത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. കാരണം എന്താണ്? കാറ്റിലാണ് ഈ സാധനം വരുന്നത്, ആ ഒരു പോളൻ ഗ്രെയിൻ. അപ്പോൾ അതിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് ഗ്രാസ്. നെക്സ്റ്റ് ഈസ് വാട്ടർ പോളിനേഷൻ. പോളൻ ഗ്രെയിൻസ് വിൽ ബി ലോങ് റിബൺ ലൈക്ക് സ്ട്രക്ചർ ചെയ്യണം. രണ്ടാമത്തത്, പോളൻ ഗ്രെയിൻസ് പ്രൊട്ടക്ട് ഫ്രം വെറ്റിംഗ്. നനവ് വെള്ളമാണ്, അപ്പം നനയുന്നതിൽ നിന്നും അതിനെ സംരക്ഷിക്കും. ബൈ മ്യൂസിലേജിനസ് കവറിങ്. മ്യൂസിലേജിനസ് കവറിങ്ങളെ കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസുകൾ പ്രൊട്ടക്ട് ചെയ്യും. എങ്ങനെ? നനയാതെ പ്രൊട്ടക്ട് ചെയ്യും. അടുത്തത്, നോട്ട് കളർഫുൾ. അത്ര കളർഫുൾ അല്ല, ഇതും കളർഫുൾ അല്ല. കളർഫുൾ ആവുക എപ്പോഴാണ്? ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സുകൾ പോളിനേറ്റ് ചെയ്യുന്ന കേസിലാണ് കളർഫുൾ ആവുക. എന്തിനാ? ഈ ഇൻസെക്ട്സുകൾക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മളിവിടെ പറയും. സോ എക്സാമ്പിൾ, വാലിസ്നേറിയ, ഹൈഡ്രില്ല, സോസ്റ്ററ. ആനിമൽസ് ആകുമ്പോൾ ലാർജ് ആവണം, കളർഫുൾ ആവണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കളർഫുൾ ആവണം, ഫ്രാഗ്രൻസ് കൊടുക്കണം, നെക്ടർ, നല്ല ഗന്ധം വേണം. അപ്പോൾ ഇൻസെക്ട്സ് അതിലേക്ക് അട്രാക്ട് ചെയ്യുള്ളൂ. ആ ഗന്ധം മാത്രം പോരാ, അവർക്ക് ഇപ്പോൾ ഇൻസെക്ട്സുകൾ ഹണിയൊക്കെ വരിക, ബീറ്റിൽസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് തേന് കിട്ടണം ഈ പൂക്കിൽ നിന്ന്. അപ്പം നെക്ടേഴ്സ്, സോ ദിസ് നെക്ടേഴ്സ് ആർ കോൾഡ് റിവാർഡ്സ്. അപ്പം ഇങ്ങനെ ഇവർക്ക് നെക്ടേഴ്സ് കൊടുക്കണം. അപ്പം തേൻ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം അവരെന്ത് ചെയ്യുള്ളൂ. ആനിമൽസ് ആവുമ്പോൾ പൂക്കൾ എന്താവും? ലാർജ് ആവും. അതുപോലെ തന്നെ കളർഫുൾ ആവണം,
ഫ്രാഗ്രൻസ് പ്രൊഡ്യൂസ് ചെയ്യണം, അതുപോലെ തന്നെ നെക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ പൂക്കളാവുമ്പോൾ അനിമൽസ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻസെക്ട്സുകൾക്ക് അതിലേക്ക് അട്രാക്ട് ചെയ്യണം. അപ്പോൾ കളർഫുൾ ആവണം, ഫ്രാഗ്രൻസ് സ്മെല്ല് ഉണ്ടാവണം, നല്ല സ്മെല്ല് ഉണ്ടാവണം ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. നെക്ടേഴ്സ് അവർക്ക് റിവാർഡുകൾ കൊടുക്കണം. ഇപ്പം ബീറ്റിൽസോ ഹണിബിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് തേന് കിട്ടണം അതിനകത്ത്, അതാണ് റിവാർഡ്സ്, ഫ്രാഗ്രൻസ്, നെക്ടേഴ്സോ കൊടുക്കണം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് റിലേഷൻ ബിറ്റ്വീൻ യൂക്ക ആൻഡ് മോത്ത്. യൂക്ക പ്ലാന്റിനകത്താണ് മോത്ത് എഗ്ഗ് ലേ ചെയ്യുക. അപ്പോൾ അവർക്ക് എഗ്ഗ് ലേ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ യൂക്കക്ക് അവർ തമ്മിലൊരു സിംബയോട്ടിക് റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ടത്. So far we have discussed about male reproductive unit and female reproductive unit and the formation of male gamete, female gamete and transfer of male gamete to female gamete, that is called pollination. Now the male gamete have reached stigma. Pollen grains have been reached over the stigma by the process called pollination. When it reaches the stigma, they will check for compactable or incompatible. If it is compactable, it will be accepted. If it is compactable, it is accepted. If it is incompatible, it is rejected. It is rejected. If it is compactable, it is accepted. If it is incompatible, it is rejected. And if it is compactable, the pollen tubes start arising. ഇതിനെ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ചെമ്പരത്തിയുടെ പോളൻ ഗ്രെയിൻ ചെമ്പരത്തിയുടെ സ്റ്റിഗ്മയിലേക്ക് തന്നെ വരണം, അല്ലാതെ റോസാപ്പൂവിൻ്റെത് വരാൻ പാടില്ല. മാറിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻകോമ്പാക്റ്റബിൾ. അത് സെയിം സ്പീഷീസ് ആകുമ്പോഴാണ് ഇറ്റ് ഈസ് കോമ്പാക്റ്റബിൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോളൻ ഗ്രെയിൻ ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പോളൻ ട്യൂബ് സ്റ്റാർട്ട് എമർജിങ്. പോളൻ ട്യൂബ് സ്റ്റാർട്ട് എമർജിങ്. നൗ പോളൻ ട്യൂബ് sometime it may contain two male gamete. During the pollen tube arising itself, this n male gamete will divide as two male gamete. Here you can see two male gamete. In some case, this n male gamete will come towards this, and from here it will divide. In some case, from here it will divide. In another case, from the top itself, while moving through the style itself, it will divide as two. ഈ പോളൻ ട്യൂബ് സ്റ്റൈലിലൂടെ നീങ്ങി വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഒരു മെയിൽ ഗാമേറ്റ് ഉള്ളത് രണ്ടെണ്ണമായിട്ട് മാറും, രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യും. ചില കേസിലോ ഇവിടെ വെച്ചിട്ടാണ് രണ്ടെണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതായാലും കോമൺ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഇതെന്ത് ചെയ്തു, നെക്സ്റ്റ് ഡയഗ്രാം ഇത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പോളൻ ട്യൂബ് എന്ത് ചെയ്യും, സൈനർജിഡ്സിലൂടെ നമ്മൾ നേരത്തെ പഠിച്ചു, this two are synergids. Two synergids plus egg is called egg apparatus. As you all know, egg plus two synergids is called egg apparatus. And this pollen tube will move through filiform apparatus and through one synergids, any one of the synergids, and move towards this egg and polar nucleus. Now we will discuss about double fertilization. Here comes double fertilization. What do you mean by double fertilization? One n male gamete fuse with one n female gamete. One n male gamete, here it is, one n male gamete fuse with one n female gamete. One n male gamete fuse with one n female gamete. So they form 1 plus 1 2n zygote. And one n male gamete fuse with 2n polar nucleus. One n male gamete fuse with 2n. This is 2n polar nucleus. So they result in 1 plus 2 3n polar nucleus. 3n primary endosperm nucleus. It is called primary endosperm nucleus. ഇനി ഈ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന് എന്താ സംഭവിക്കുന്നതെന്ന് ഒട്ടുമിക്ക കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസിന് എന്താ സംഭവിക്കുന്നത്, ദേ വിൽ അണ്ടർഗോ സക്സസീവ് ന്യൂക്ലിയർ ഡിവിഷൻ. അതിനകത്ത് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അതെന്തായി മാറും, ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർമായി മാറും. ഒരു ഫ്രീ ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എൻഡോസ്പെർമായി മാറും. ആ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം സബ്സീക്വന്റ്ലി സെൽ വാൾ ജനറേറ്റ് ചെയ്യും, അതിൻ്റെ ചുറ്റും സെൽ വാളുകൾ ജനറേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സെല്ലുലാർ എൻഡോസ്പെർം. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കോക്കനട്ട്. തേങ്ങയിലെ തേങ്ങാവെള്ളമാണ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം. അതിൻ്റെ പുറത്തുള്ള തേങ്ങ വെള്ള വൈറ്റ് കളർ കേണൽ ഈസ് കോൾഡ് സെല്ലുലാർ എൻഡോസ്പെർം. സോ ഈ സെല്ലുലാർ എൻഡോസ്പെർം ആണ് തേങ്ങയുടെ വൈറ്റിഷ് കളർ, ആൻഡ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പെർം ആണ് ഇത് തേങ്ങയ്ക്കകത്തുള്ള വെള്ളം. ഓക്കെ, സോ ഇതാണ് എൻഡോസ്പെർം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ സൈഗോട്ട് എന്താ സംഭവിക്കും? സൈഗോട്ട് വിൽ ഡെവലപ്സ് ടു ഫോം എംബ്രിയോ. അപ്പോൾ ഈ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നതിന് മുന്നേ തന്നെ ഇത് എൻഡോസ്പേം ആയി മാറിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ്? ഈ എൻഡോസ്പേമിന്റെ ഫംഗ്ഷൻ ആണ് എൻഡോസ്പേം പ്രൊവൈഡ് ന്യൂട്രീഷൻ ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ. ഐ റിപ്പീറ്റ്, എൻഡോസ്പേം പ്രൊവൈഡ് ന്യൂട്രീഷൻ ഓർ നറിഷ്മെന്റ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ. ഈ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് അതിന് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ആരാണ്? എൻഡോസ്പേം ആണ്. ഈ എംബ്രിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള വരിക എന്നാണ്. ഇപ്പോൾ ഒരു തേങ്ങയാണെങ്കിൽ തേങ്ങയുടെ മുള വരിക എന്ന് പറഞ്ഞാൽ മുള വരുമ്പോൾ ആ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് ഉള്ളിൽ എന്തുണ്ടാവും? പൊങ്ങായി മാറിയിട്ടുണ്ടാവും, ആ തേങ്ങാവെള്ളവും തേങ്ങയും കൂടിയിട്ട്. അതാണ്. അപ്പോൾ എൻഡോസ്പേം പ്രൊവൈഡ് ദ ന്യൂട്രീഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കാനുള്ള കാരണം? ഇത് എക്സാമിൽ റിപ്പീറ്റ് ആയി വരുന്നതാണ്. എന്തുകൊണ്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ വിളിക്കാൻ കാരണം? ബിക്കോസ് 1, 2 ഈ 2 പ്രക്രിയയും ഇവിടെ വെച്ച് നടക്കുന്നുണ്ട്. അതോ ഈ 2 പ്രക്രിയയും ഇതിനകത്ത് വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. രണ്ടാമത്തിന് വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. എന്തുകൊണ്ടാണ് ട്രിപ്പിൾ ഫ്യൂഷൻ വിളിക്കാൻ കാരണം? ബിക്കോസ് 1n മെയിൽ വിൽ ഫ്യൂസ് വിത്ത് 2n. 1 + 2 വിൽ ഗിവ്സ് 3. സോ ട്രിപ്പിൾ ഫ്യൂഷൻ. അപ്പോൾ ഈ 2 പ്രക്രിയ, അതായത് സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ, രണ്ടും ഇതിനകത്ത് വെച്ച് നടക്കുന്നതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ്, എംബ്രിയോജെനിസിസ്. വാട്ട് ഹാപ്പൻസ് ടു എംബ്രിയോ? ദാറ്റ് മീൻസ് എന്താണ് എംബ്രിയോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൈഗോട്ട് ഡെവലപ്സ് ടു ഫോം എംബ്രിയോ ഈസ് കോൾഡ് എംബ്രിയോജെനിസിസ്. സൈഗോട്ട് ഡെവലപ്സ് ടു എംബ്രിയോ ഈസ് കോൾഡ് എംബ്രിയോജെനിസിസ്. ഇത് അവിടെ നോക്കണം, സൈഗോട്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചു, ഇവിടെ 2 കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? പഠിക്കുക. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവുന്നത്? ഒന്ന് സൈഗോട്ട് ഉണ്ടാവുന്നുണ്ട്, ഒന്ന് പ്രൈമറി എൻഡോസ് ന്യൂക്ലിയസ് ഉണ്ടാവുന്നുണ്ട്. എന്താണ് പ്രൈമറി എൻഡോസ് ന്യൂക്ലിയസ്? എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ പറഞ്ഞു. ഇനി എന്താണ് സൈഗോട്ട് സംഭവിക്കുക? അത് ഇവിടെ പറയാൻ പോകുന്നു. സോ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന വിളിക്കുന്ന പേരാണ് എംബ്രിയോജെനിസിസ്. ഇവിടെ സൈഗോട്ട് എന്ത് സംഭവിക്കുന്നു? ഡിവിഷൻ നടക്കുന്നു. ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ഗ്ലോബുലാർ ഷേപ്പ്. ഈ ഡിവിഷൻ കഴിഞ്ഞു, 2 മാറി. പിന്നെ എന്തായിരുന്നു? ഗ്ലോബുലാർ സ്ട്രക്ചറായി മാറി. പിന്നീട് എന്തായി മാറി? ഹാർഡ് ഷേപ്പായി മാറി. ദിസ് ഇസ് കോൾഡ് സസ്പെൻസർ ഹാർഡ് ഷേപ്പായി മാറി. ആഫ്റ്റർ ദാറ്റ് ദിസ് വിൽ ഫോം ലൈക്ക് ദിസ് ഇൻ കേസ് ഓഫ് ഡൈക്കോട്ട് പ്ലാന്റ്. So in case of dicot plant, radicle will be there and plumule will be there, and hypocotyl below this cotyledon is called hypocotyl. Above cotyledon is called epicotyl. I repeat, below cotyledon is called hypocotyl, above cotyledon is called epicotyl. So radicle will extend to form root and plumule will extend to form shoot. അപ്പോൾ റാഡിക്കൽ ആണ് എന്തായി മാറുന്നത്? റൂട്ട്. അത് ഓർത്തു വെക്കാനുള്ള ഐഡിയ, റാഡിക്കലിന്റെ ക്യാപിറ്റൽ ലെറ്റർ R ഫോർ റൂട്ട്. സോ റാഡിക്കൽ, റൂട്ട്, പ്ലിമ്യൂൾ ഫോർ ഷൂട്ട്. നെക്സ്റ്റ്, ഇൻ കേസ് ഓഫ് മോണോകോട്ട്, ഇവിടെ ഈ ഡയഗ്രാം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. ദിസ് ലെയർ ഈസ് കോൾഡ് അല്യൂറോൺ ലെയർ. ദിസ് ഈസ് എൻഡോസ്പേം. ഇതാണ് എൻഡോസ്പേം. ഇതിനകത്താണ് എൻഡോസ്പേം നിറഞ്ഞിരിക്കുന്നത്. ഈ എൻഡോസ്പേമിനകത്താണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? ഫുഡ് കൊടുക്കുന്നത്. So here we know coleoptile and this is called coleorhiza. Coleoptile and coleorhiza. This shielded region is called scutellum. So we have to understand that alluron layer എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസ്പേമിനെയും ഡെവലപ്പിംഗ് എംബ്രിയോനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് അല്യൂറോൺ ലെയർ. ഈ അല്യൂറോൺ ലെയറിനകത്താണ് എൻഡോസ്പേം ഉണ്ടാവുക. ഈ എൻഡോസ്പേം ആണ് ഡെവലപ്പിംഗ് എംബ്രിയോക്ക് ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ ആരുണ്ട്? ഷീൽഡഡ് സ്ട്രക്ചറിൽ സ്ക്യൂട്ടൽ ഉണ്ട്. പിന്നെ എന്തുണ്ട്? കോളിയോപ്റ്റൈൽ ഡെവലപ്സ് ആസ് coleoptile will protect plumule. This is called plumule. Coleoptile will protect plumule and coleorhiza will protect radicle. So ഇതാണ് plumule, ഇതാണ് radicle. ഈ പ്ലുമ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോളിയോപ്റ്റൈൽ ആണ്. ഈ റാഡിക്കലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോളിയോറൈസ. അത് ഓർത്തു വെക്കാൻ വേണ്ടി ഐഡിയ. കോളിയോപ്റ്റൈൽ P. So coleoptile protect plumule, coleorhiza R. So R protect radicle. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. After fertilization, what will occur in a plant? After fertilization, what will occur in a plant? After fertilization, ovary will be converted into fruit, ovule will be converted into seed, ovary wall will be converted into pericarp or fruit wall. Now, among this seed, 2 types: endospermous seed and non-endospermous seed.
Endospermous seed is also called albuminous seed or ex-albuminous seed. Sorry. Endospermous seed is also called albuminous. Non-endospermous seed is also called ex-albuminous seed. Endospermous seed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be residual endosperm. നേരത്തെ നമ്മൾ പറഞ്ഞു എൻഡോസ്പേം ആണ് ഡെവലപ്പിംഗ് എംബ്രിയോക്ക് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് അവർ എൻഡോസ്പേമിനെ ഉപയോഗിക്കും. കംപ്ലീറ്റ് എൻഡോസ്പേമിനെ ഉപയോഗിക്കാത്ത സീഡുകളെയാണ് എന്ത് വിളിക്കുക? എൻഡോസ്പേമസ്. നമ്മളൊരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ ചെമ്പിൽ ബിരിയാണി ഉണ്ടാവും. ആ ബിരിയാണി ഫുള്ള് വിളമ്പി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബിരിയാണി ഇല്ലെങ്കിൽ ബിരിയാണി കാലിച്ചെമ്പ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ബിരിയാണി ഇല്ലാത്തതിന് നമ്മൾ കാലിച്ചെമ്പ് എന്ന് പറയും. അതേപോലെ ഇതിനകത്ത് എൻഡോസ്പേമുകൾ ഇല്ലെങ്കിൽ, ഇറ്റ് ഈസ് കോൾഡ് നോൺ എൻഡോസ്പേമസ്. എൻഡോസ്പേം അതിനകത്ത് ഇല്ല, നോൺ എൻഡോസ്പേമസ്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഉപയോഗിച്ചു, കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഭക്ഷിച്ചു. അല്ലെങ്കിൽ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് എൻഡോസ്പേമുകളെ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചു. അതിനർത്ഥം അവിടെ ഇനി എൻഡോസ്പേം ഇല്ല എന്ന്. ദാറ്റ് ഈസ് കോൾഡ് നോൺ എൻഡോസ്പേമസ് ഓർ എക്സാൽബുമിനസ്. പക്ഷെ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന സമയത്ത് എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചില്ല. സീഡായി മാറിയിട്ടും എൻഡോസ്പേം അതിനകത്ത് കുറച്ചുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞിട്ടും ആ ചെമ്പിനകത്ത് കുറച്ച് ബിരിയാണി ബാക്കിയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ആൽബുമിനസ് എൻഡോസ്പേമസ്. അതിനകത്ത് കുറച്ച് എൻഡോസ്പേം കൂടെ ബാക്കിയുണ്ട് എന്ന് അതിൻ്റെ അർത്ഥം. എക്സാമ്പിൾ വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ, സൺഫ്ലവർ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പോൾ എൻഡോസ്പേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോസ്പേം അതിനകത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ട്. നോൺ എൻഡോസ്പേമസ് അതിനകത്ത് എൻഡോസ്പേം ഇനി ബാക്കിയില്ല. സൈഗോട്ട് എംബ്രിയോ ആയി മാറിയ ശേഷം സൈഗോട്ട് എംബ്രിയോ ആയി മാറുമ്പോൾ എൻഡോസ്പേം മുഴുവനായും അവർ ഉപയോഗിച്ചു. ദാറ്റ് മീൻസ് നോൺ എൻഡോസ്പേമസ്. സൈഗോട്ട് എംബ്രിയോ ആയി മാറിയിട്ടും സീഡായി മാറിയിട്ടും എൻഡോസ്പേമിനെ പൂർണ്ണമായി ഉപയോഗിച്ചിട്ടില്ല. ബാക്കി എൻഡോസ്പേം അതിനകത്തുണ്ട്. കല്യാണം പൂർണ്ണമായി കഴിഞ്ഞിട്ടും ചെമ്പിനകത്ത് ബാക്കി ബിരിയാണി ഉണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആൽബുമിനസ് ഓർ എൻഡോസ്പേമസ്. ബിരിയാണി ഫുള്ള് കഴിഞ്ഞു, അപ്പോൾ എക്സാൽബുമിനസ് ഓർ നോൺ എൻഡോസ്പേമസ്. എക്സാമ്പിൾ പീ ആൻഡ് ഗ്രൗണ്ട്നട്ട്. നെക്സ്റ്റ്, ഡോർമൻസി ഓഫ് സീഡ്. When seed is present in our environment, two conditions are there: favorable or unfavorable condition. During unfavorable condition, seeds will be in inactive stage. That stage is called dormancy, seed dormancy. They won't be germinate. When favorable condition is occurring, they will start germinate. That is called seed dormancy. Next we'll be discussing about fruit. So seed is over. Next is about fruit. Fruit are two types. True fruit ഉണ്ട്, false fruit ഉണ്ട്. True fruit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നതെങ്കിൽ തർക്കമൊന്നുമില്ല, ഇറ്റ് ഈസ് കോൾഡ് ട്രൂ ഫ്രൂട്ട്. പക്ഷേ അതായത് ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ്, ഈ ഓവറിയാണ് ഫ്രൂട്ടായി മാറുന്നതെങ്കിൽ തർക്കമില്ല, ട്രൂ ഫ്രൂട്ട്. അപ്പോൾ ഈ ഓവ്യൂൾ എന്തായി മാറും? സീഡായി മാറും. പക്ഷേ ഈ ഓവറിക്ക് പുറമെ തലാമസ് കൂടെ ഫ്രൂട്ടാവാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ, ഈ ഓവറിക്ക് പുറമെ തലാമസ് കൂടെ ഫ്രൂട്ടാവും. ഓവറി പ്ലസ് തലാമസ്, ഓവറിന്റെ കൂടെ തലാമസ് കൂടെ ഫ്രൂട്ടാവാൻ വേണ്ടി സഹായിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. എക്സാമ്പിൾ സ്ട്രോബെറി, കാഷ്യൂ, ആപ്പിൾ. ആപ്പിളിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ആപ്പിൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ ആ ആപ്പിളിന്റെ വിത്തിന്റെ ചുറ്റും ഒരു ഗ്രീനിഷ് കളറിൽ ഒരു കളർ ഉണ്ടാവും. ആ ആപ്പിൾ നമ്മൾ ക്രോസ് സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലഷി ആയിട്ടുള്ള ഭാഗമാണ് ഓവറി. ഈ around the seed, this portion is called ovary and rest of the portion is thalamus. ഈ ഫ്ലഷി ആയിട്ടുള്ള പോർഷനാണ് തലാമസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഈ ഭാഗമാണ് ഓവറി. അതേപോലെ തന്നെ കാഷ്യൂലും ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രോബെറിന്റെ കേസിലുണ്ട്. ഓക്കെ, സോ സീഡിന് ചുറ്റുമുള്ള ഭാഗം ഓവറിയാണ്, ബാക്കിയുള്ള ഈ ഫ്ലഷി നമ്മൾ കഴിക്കുന്ന ആ ഫ്ലഷി ഭാഗം തലാമസ് ആണ്. സോ ദാറ്റ് ഫ്രൂട്ട് ഈസ് കോൾഡ് ഫാൾസ് ഫ്രൂട്ട്. If ovary is completely contributed to fruit is called true fruit. Now some terminologies. Apomixis. What do you mean by apomixis? Apomixis is seed without fertilization is called apomixis. Fruit without fertilization is called parthenocarpic fruit. Marakkarudhu. Seed without fertilization is called apomixis. Fruit without fertilization is called parthenocarpic fruit. So apomixis example is grass and Asteraceae family. Parthenocarpic fruit example is banana. Now polyembryonic. Ovule contain many embryo.
that is occurrence of more than one embryo in a seed, that is called polyembryony. ഒരുപാട് എംബ്രിയോകളുള്ള കേസിനെയാണ് എന്ത് വിളിക്കുക, നമ്മൾ പോളി എംബ്രിയോണി എന്ന് വിളിക്കുക. Now the last and important topic or point is artificial hybridization. Artificial hybridization എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമമായി നമ്മൾ പുതിയൊരു ഇനം ഗുണമുള്ള പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതിനാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ബൈസെക്ഷൽ ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ അതിനകത്തുനിന്ന് എന്ത് ചെയ്യുക, ബൈസെക്ഷൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റുകളാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അതിനകത്തുനിന്ന് അതിനെ യൂണിസെക്ഷലാക്കി മാറ്റുക. അതിനകത്തുനിന്ന് ഒന്നിൽ നിന്നും ആന്തറിനെ ഒഴിവാക്കുക, മറ്റൊന്നിൽ നിന്ന് എന്ത് ചെയ്യുക, സ്റ്റിഗ്മനെ ഒഴിവാക്കുക. സോ ദിസ് ഇസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് ഒന്നുകിൽ എയ്തർ മെയിലിനെ ഒഴിവാക്കുക, ഇവിടുന്ന് ഫീമെയിലിനെ ഒഴിവാക്കുക, ഇവിടുന്ന് ഒന്നെങ്കിൽ ഫീമെയിലിനെ ഒഴിവാക്കുക, ഇവിടുന്ന് ഒന്നെങ്കിൽ മെയിലിനെ ഒഴിവാക്കുക, ഏതെങ്കിലും ഒന്നിനെ ഒഴിവാക്കുക. ദാറ്റ് മീൻസ് ബൈസെക്ഷൽ എന്നുള്ള കണ്ടീഷനിൽ യൂണിസെക്ഷൽ ആക്കി മാറ്റുക. ദാറ്റ് ഇസ് കോൾഡ് ഇമാസ്കുലേഷൻ. ഇനി പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ പരാഗണം നടത്തരുത്, അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, ബാഗിങ്, ഇതിനെ കവർ ചെയ്യുക. ദിസ് ഇസ് കോൾഡ് ബാഗിങ്. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിങ്. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഈ ആന്തറിൽ നിന്നും എന്ത് ചെയ്യുക, പോളൻ ഗ്രെയിൻസിന് ഇതിൻ്റെ മുകളിൽ കൊണ്ടിട്ട് ഇടുക. ദാറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അപ്പോൾ ഇവിടുന്ന് ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇടുന്നതിനാണ് എന്ത് വിളിക്കുക, നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആഫ്റ്റർ ദാറ്റ് റീബാഗിങ്. So new variety of plant will be obtained. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എവിടെന്നെങ്കിലും പുറത്തുനിന്ന് വെറൈറ്റി പ്ലാന്റ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു വെറൈറ്റി, ആ പ്ലാന്റ് സെയിം സ്പീഷീസ് പെട്ട വെറൈറ്റി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഒരു പുതിയ ഗുണമുള്ള പ്ലാന്റിനെ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് ചെയ്യുക. അതിലെ സ്റ്റെപ്പുകൾ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാസ്കുലേഷൻ, ബാഗിങ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, റീബാഗിങ്. ഓക്കെ, ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ സ്റ്റിഗ്മയെ ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്റ്റാമിന ഒഴിവാക്കുക. ഇവിടെ നിന്ന് ഒന്നെങ്കിൽ സ്റ്റിഗ്മന ഒഴിവാക്കുക, അല്ലെങ്കിൽ സ്റ്റാമിന ഒഴിവാക്കുക. ആരെങ്കിലും ഒരാളെ ഇവിടുന്ന് ഒഴിവാക്കുക. ദാറ്റ് ഇസ് കോൾഡ് ഇമാസ്കുലേഷൻ. ആഫ്റ്റർ ദാറ്റ് ബാഗിങ്. പുറത്തുനിന്ന് പോളിനേഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ബാഗിങ് നടത്തുക. പിന്നെ എന്ത് ചെയ്യുക, ഇവിടുന്ന് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. നമ്മൾ എന്ത് ചെയ്യുക, ആന്തറിൽ നിന്നും പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, ഇടുക. ഓക്കെ, സ്റ്റിഗ്മൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇടുക. ദാറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. നേരത്തെ ഇൻസെക്ട്സ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇറ്റ് ഇസ് കോൾഡ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. ആഫ്റ്റർ ദാറ്റ് റീബാഗിങ്. ബൈ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.